പ്രൈസ് ദി ലോർഡ്. ദൈവജനനി ധന്യേ കന്യകയെ പരിമളധൂപത്തോടൊന്നിച്ചെന്നും നിന്നോർമ്മ അമ്മേ നിന്നുടെ പ്രാർത്ഥനയാൽ ലോകവ്യാപകമാം ശാന്തി തിരുസഭ തന്നിൽ സംപ്രീതി ഇവയെല്ലാം ഉണ്ടായിടണമേ. ഹാലലൂയ. പ്രഭു നന്ദി. പിതാവും പുത്രനും പരിശുദ്ധനും സ്തുതി, ആദ്യം മുതൽ ഇന്നും എന്നേക്കും ആമേൻ. ഹാലേലൂയ. ഇന്ന് നമുക്ക് അല്പസമയത്തെ തിരുവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കൃപാനൗക ചാനലിലൂടെ നമുക്ക് പങ്കുവയ്ക്കുവാനായിട്ട് തമ്പുരാൻ കർത്താവ് തന്നിരിക്കുന്ന തിരുവചനം ഇപ്രകാരമാണ്. ഹാലേലൂയ. മീക പ്രവചനം 4-ാം അധ്യായം 9-ാം തിരുവചനം ഇപ്രകാരം വിളിച്ചു പറയുകയാണ്. നമുക്കതിലൂടെ ഒന്ന് സഞ്ചരിക്കാം. നീ ഇപ്പോൾ ഇത്ര ഉറക്കെ കരയുന്നത്, ഇത്ര ഉറക്കെ നിലവിളിക്കുന്നത് എന്ത്? നിന്റെ അകത്ത് രാജാവില്ലയോ? നിന്റെ മന്ത്രി നശിച്ചുപോയോ? നോവ് കിട്ടിയവളെ പോലെ വേദനപ്പെട്ട് പ്രസവിക്കുക. ഹാലലൂയ. ഈ തിരുവചനത്താൽ ദൈവം നമ്മെ നിറയ്ക്കട്ടെ. ആരോട് പറയുകയാണ്? അതെ, ഇവിടെ വചനം പറയുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് തൻ്റെ സഭയ്ക്ക് വേണ്ടി വേദനിക്കുന്ന ഹൃദയങ്ങളിലേക്ക് കാരുണ്യവാനായ കർത്താവ് ഇറങ്ങിച്ചെന്ന് വസിക്കുന്ന സിയോൻ പർവ്വതത്തിൽ നിന്നും ഒഴുകുന്ന ജീവജല നദിയിൽ നിന്ന് കുടിച്ചു മത്തരായ ഓരോ വ്യക്തികളും ഇപ്രകാരം ഉറക്കെ കരയും. എന്തിനെന്നല്ലേ? അതെ, ആമോസ് 5-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ ഇപ്രകാരം കാണാം. ഇസ്രായേൽ കന്യക വീണിരിക്കുന്നു, ഇനി എഴുന്നേൽക്കയില്ല. അവൾ നിലത്തോട് പറ്റിക്കിടക്കുന്നു, അവളെ നിവർക്കുവാൻ ആരുമില്ല. കാരണം ഇന്ന് പരിശുദ്ധ അമ്മയെ ഉപേക്ഷിച്ചു കളഞ്ഞ ഈ കാലഘട്ടത്തിൽ ഇത് ഇന്ന് ഉദിച്ചു വരികയാണ്. അതൊരു പ്രശംസ വിഷയമാകുകയാണ്. തമ്പുരാൻ കർത്താവിനെ പ്രസംഗിച്ചുകൊണ്ട് മാത്രം ജീവിക്കുമ്പോൾ കർത്താവ് ചോദിക്കുകയാണ്. യെശയ്യാ പ്രവചനം 50-ാം അധ്യായം 1-ഉം 2-ഉം തിരുവചനം ശ്രദ്ധിച്ചാൽ, ആ വരികളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാം, അമ്മയെ ഉപേക്ഷിച്ചു കളഞ്ഞതിൻ്റെ ഉപേക്ഷണ പത്രം എവിടെയെന്ന്. അതെ, അമ്മയെ ആരാണ് ഉപേക്ഷിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ. ഇപ്രകാരം പറയുവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരു ടോക്കില് ഇങ്ങനെ കേൾക്കാനായിട്ടിടയായി. ഹല്ലേലൂയ. വിശുദ്ധ കന്യക മറിയാമിന് 6 മക്കളുണ്ടത്രേ എന്ന് പറയുവാനും കേൾക്കാനും ആ ടോക്ക് കേൾക്കാനിടയായി. ആ ടോക്ക് കേട്ടപ്പോൾ, അതെ, ഈ 2024 ജനുവരി 3-ാം തീയതിയാണ് ആ ടോക്ക് കേൾക്കാനിടയായത്. എന്നാൽ അന്ന് രാത്രി 2:15 മണിയായപ്പോൾ യേശുവിൻ്റെ അമ്മ, ലോകത്തിൻ്റെ മുഴുവൻ്റെ അമ്മ, വിശുദ്ധ കന്യക മറിയം അമ്മ ചാരത്ത് വന്നു, ഒരു നിൽപ്പ് നിന്നു. ഹല്ലേലൂയ. അവൾ ലോകത്തിൻ്റെ മുഴുവൻ്റെ അമ്മയാണ്. അവൾ കന്യകയാണ്. അതുകൊണ്ടാണ് അവളുടെ വേദന ഇവിടെ പറയുകയാണ്. ഇസ്രായേൽ കന്യക വീണിരിക്കുന്നു, അവളെ എഴുന്നേൽക്കുകയില്ല. അവിടെ പറയുക, നിലത്തോട് പറ്റിയിരിക്കുന്നു എന്ന്, അവളെ നിവർക്കുവാൻ ആരുമില്ലെന്ന്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ആലപ്പുഴയിലെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനാൽ അത് ലോകത്തെമ്പാടും ഈ സോഷ്യൽ മീഡിയത്തിലൂടെ, പത്രത്തിലൂടെ എല്ലാം പരസ്യം ചെയ്യുവാൻ തൻ്റെ മകനെ ഉപയോഗിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട്. ഞാൻ സന്തോഷവതിയാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുണ്ടായ മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി എന്ന് ഒരു ബാലികയോട് അവളുടെ വെല്ലമ്മിച്ച് പറയുമ്പോൾ ആ സ്നേഹം ഇന്നും നമ്മുടെ അടുത്തുണ്ട്. അവൾക്ക് ചിറകുണ്ട്. അവൾ പറന്നടുത്ത് വരും. യേശുവിനോടൊപ്പമാണ് അവൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത്, അതെ, നിൻ്റെ അകത്ത്
നീ ഇത്ര ഉറക്കൊക്കെ നിലവിളിക്കുന്നത് എന്ത്? നിന്റെ അകത്ത് രാജാവില്ലയോ? നിന്റെ മന്ത്രി നശിച്ചുപോയോ? ഈറ്റുനോവ് കിട്ടിയവളെ പോലെ വേദനപ്പെട്ട് പ്രസവിക്കുക. ഹല്ലേലൂയ. വേദനപ്പെട്ട് പ്രസവിക്കുന്ന, അതെ, വചനം ഗർഭം ധരിക്കുന്ന ഒരു വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുവാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മക്കളാണ് നാം. പരിശുദ്ധ സഭയാണ്. അതാണ് യെശയ്യാ പ്രവചനത്തില്, അതേ, പുതിയ നിയമത്തില്, സുവിശേഷത്തില് പറഞ്ഞിട്ടുണ്ട്. യേശു തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ മക്കളെല്ലാം യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരാണ്. അതെ, സിയോനിലേക്ക് യാത്ര തുടരുന്ന നാം ഓരോരുത്തരും 2-ാം സങ്കീർത്തനം അതിലൂടെ ഒന്ന് ധ്യാനിച്ച് സഞ്ചരിച്ചാൽ കാണാം, ഞാൻ സിയോനിൽ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എവിടെയാണ് രാജാവ് വാണത്? സിയോനിൽ. സിയോൻ ആരാണ്? താഴ്ത്തിക്കൊടുത്തവൾ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് താഴ്ത്തി. ഞാനും നമ്മൾ ഓരോരുത്തരും താഴ്ത്തിക്കൊടുത്താൽ ഈ മഹാപരിശുദ്ധനായ, പരിശുദ്ധന്മാരിൽ പരിശുദ്ധനായ ശ്രീയേശുവിൻ്റെ നാമം നമ്മളിൽ വിളിക്കപ്പെടും. അങ്ങനെ വിളിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആരുണ്ടായി? രാജാവ്, അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഹല്ലേലൂയ. ഈ പ്രഭു നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് നേരിടുന്ന പ്രതികൂലങ്ങൾ അനവധിയാണ്. അവിടുന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു, നമ്മളോടൊപ്പം ആരുണ്ട്? സിയോൻ പുത്രിയെ തകർക്കുവാൻ ബാബേൽ പുത്രി എപ്പോഴും അവളുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ പൈതലിനെ എങ്ങനെ തകർക്കണമെന്ന് ഓർത്ത് അതേ യുദ്ധം ചെയ്യുന്ന ഒരു ശക്തി, ദുഷ്ടശത്രുവിൻ്റെ ശക്തി നമ്മോടൊപ്പം ഉണ്ടെങ്കിലും തമ്പുരാൻ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ മതിലുകൾക്ക് കാവൽക്കാരനെ വെച്ചിരിക്കുന്നെന്ന്. ഒരു കാവൽക്കാരൻ. സങ്കീർത്തനം 34 പറയുന്നില്ല, തൻ്റെ ഭക്തന്മാരെ ചുറ്റും പാളയമിറങ്ങി. ദൂതന്മാരെ പാളയം കാണാൻ ദൈവം ഭാഗ്യം തന്നു. അന്നും ഇന്നും ആ ദൂതന്മാരൊന്നുണ്ട്. യേശു തമ്പുരാൻ നമ്മളിലേക്ക് ഇറങ്ങി വസിച്ചാൽ നമ്മളെ കാക്കുവാൻ ഒരു ദൂതഗണമുണ്ട് എന്ന് ഉറക്കെ പറയുകയാണ്. നിത്യകന്യകയും പരിശുദ്ധിയുമായ പരിശുദ്ധ അമ്മ ആയതുപോലെ നാം ഓരോരുത്തരും കറയും കളങ്കവും ചുളുക്കുമില്ലാതെ നിൽപ്പാനാണ് തമ്പുരാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയാണ് പരിശുദ്ധ അമ്മ കരയുന്നത്. അയ്യോ, എൻ്റെ മക്കൾ ഇങ്ങനെ ആയിപ്പോയല്ലോ. അവിടുന്ന് യിരെമ്യാ പ്രവചനം 14-ാം അധ്യായം 17 പറയുന്നുണ്ടല്ലോ. അതൊന്ന് വായിച്ച ആ വരിയിൽ കൂടി ഒന്ന് സഞ്ചരിച്ചാൽ നമുക്ക് കാണാം, എൻ്റെ കണ്ണിൽ നിന്ന് രാവും പകലും കണ്ണുനീർ ഒഴുക്കട്ടെ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയായ കന്യക. ഹല്ലേലൂയ. കണ്ടോ, കന്യക കഠിനമായി വ്യസനകരമായി മുറിവേറ്റിരിക്കും. എന്തിനാണ് വ്യസനകരമായി? തൻ്റെ സഭയിലെ സമാധാനം എല്ലാം പോയപ്പോൾ അവളുടെ വേദന നൊമ്പരമാണ്. അതേ, അത് ഓർത്താണ്, തൻ്റെ ജനം നശിച്ചു പോകുന്നു എന്നോർത്താണ് ഇവൾ ഇത്രമാത്രം ഉറക്കെ കരയുന്നത്. ആയതിനാൽ ഈ 2024 സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സഭ നിരപ്പിൻ്റെയും കാലമായി തീരട്ടെ. പരിശുദ്ധ അമ്മ നമ്മളോടൊപ്പമുണ്ട്. അവളിൽ കർത്താവ് കുടികൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് ആട്ടിടയന്മാർ അവിടെ ചെന്നപ്പോൾ അമ്മയോട് കൂടെ ശിശുവിനെ കണ്ടു, അവനെ വണങ്ങി. അമ്മയോട് കൂടെയാട്ടോ അമ്മ. അതേ, തമ്പുരാൻ മാലാഖ പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ. അവളുടെ ഉള്ളിൽ രാജാവുണ്ട്. അതുകൊണ്ട് കർത്താവിനെ വന്ദിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ അവളോടൊപ്പമാണെന്ന് ഈ സമയത്ത് ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ലോക വ്യാപകമായി പരിശുദ്ധ അമ്മയുടെ നാമം പ്രശംസ വിഷയമായി തീർന്നുകൊണ്ടിരിക്കുന്നു. അതിനെ ഇനി ഒരു ശക്തിക്കും തടുക്കുവാൻ കഴിയുകയില്ല എന്നുള്ള സന്തോഷ വാർത്ത ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. കൃപാനൗഹ ചാനലിലൂടെ ഈ തിരുവചനം ശ്രവിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും തമ്പുരാൻ കർത്താവിന് കോടാനുകോടി സ്തോത്രം അർപ്പിച്ചുകൊണ്ടും പരിശുദ്ധ കന്യകമറിയാമിൻ്റെ മാധ്യസ്ഥത, അതേ, ഇത് ഏറ്റവും അനുഗ്രഹമാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഹല്ലേലൂയ. ദൈവനാമം
മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലോക വ്യാപിച്ച് സമാധാനം ശാന്തിയും തരുവാൻ പരിശുദ്ധ അമ്മ നമ്മളോടൊപ്പമുണ്ടെന്ന് ഉറക്കെ പറയുവാൻ, കാണുവാൻ, അറിയുവാൻ, അനുഭവിക്കുവാൻ ഭാഗ്യം തന്ന കർത്താവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ.